സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. CPM-കാർ ജാഗ്രത. ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മിണ്ടിയാൽ ബോംബ് പൊട്ടും. അല്ല, സതീശൻ പൊട്ടിക്കും. പിന്നെ CPM-കാർ ഞാൻ എൻ്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തുവാണെന്ന് നിങ്ങൾ വിചാരിക്കാൻ അധികം കളിക്കരുത് ഈ കാര്യത്തിൽ. ഞെട്ടിപ്പോവും. അല്ല, വേണമെങ്കിൽ അങ്ങനെ എടുത്തോ. കേരളം ഞെട്ടിപ്പോവും. അതില്ല വരുന്നുണ്ട്. സതീശനിൽ സുരേഷ് ഗോപി കയറിയോ എന്നൊരു കമന്റ് കണ്ടു. ഒന്നും കൂടെ നോക്കുമ്പോൾ ആ സ്റ്റൈലൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും CPM-കാരെ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ ആകെ നാറ്. പറയുന്നതാരെന്നറിയാമോ? പ്രതിപക്ഷ നേതാവാണ് കേട്ടോ. പുള്ളി പറഞ്ഞതെല്ലാം നടന്നിട്ടേ ഉള്ളൂ. ഇത് ഞാൻ പറഞ്ഞതല്ല, പുള്ളി തന്നെ പറഞ്ഞതാണ്. വലിയ താമസമൊന്നും വേണ്ട, ഞാൻ പറഞ്ഞതൊന്നും വൈകാറില്ലല്ലോ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പൊട്ടുമോ? ഇലക്ഷനൊക്കെ എത്ര ദിവസത്തേക്ക് ഇരിക്കും? ഒരുപാട് ദിവസമില്ലേ ഇലക്ഷന്? അത്ര ദിവസമൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ട് പോവാം. അത്ര ദിവസം ഒന്നും പോകാൻ പാടില്ല. അല്ല, എന്തായാലും CPM-കാർ ഒറ്റപ്പെട്ടു പോകില്ല. BJP-ക്കെതിരെയുണ്ട്. രാജീവ് ചന്ദ്രശേഖർ പ്രത്യേകം സൂക്ഷിച്ചു. വിത്തുകാള വരും, വിത്തുകാള. കാളയെ കളയരുത്. കാള വേറെ കൊണ്ടുവന്ന സ്ഥലത്തേക്ക് പറഞ്ഞേക്കരുത്. കാളയെ പാർട്ടി ഓഫീസിൻ്റെ മുമ്പിൽ തന്നെ കെട്ടിയിടണം. കാളയുടെ ആവശ്യം വരും. ആ കാളയുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയ BJP-കാരെ കൊണ്ട് ഞാൻ ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് ഞാനൊരു പ്രകടനം നടത്തി. വെയിറ്റ് ചെയ്താൽ മതി. ബോംബ് പൊട്ടാതിരിക്കാൻ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് കൂടുതലൊന്നും പറയരുത്. എങ്കിൽ രക്ഷപ്പെടാം. വളരെ ഹൃദയവേദനയോടെയാണ് അദ്ദേഹം മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തത്. അത് നിങ്ങൾക്കറിയാമോ? ഹൃദയവേദനയോടുകൂടി ആണ് ഒരു സഹപ്രവർത്തകനെതിരായിട്ട് നടപടിയെടുത്തത്. കാരണം മുഖം നോക്കലല്ല, നമ്മുടെ ബന്ധമല്ല, അടുപ്പമല്ല, നിലപാടാണ്. സതീശൻ CPM-നെ ഭീഷണിപ്പെടുത്തി നിലയ്ക്ക് നിർത്താൻ നോക്കുമ്പോൾ ഇങ്ങനെയുള്ളവരെ എന്ത് ചെയ്യുമെന്ന് അറിയാൻ താല്പര്യമുണ്ട്. ജനപ്രതിനിധിയല്ല, ഒരു സാധാരണ മനുഷ്യൻ പോലും പറയാൻ പാടില്ലാത്ത വാക്കാണ് നിന്നെ കൊല്ലാൻ എനിക്ക് ഒരു നിമിഷം പോലും വേണ്ട എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സെന്തായിരിക്കുമെന്നാൽ ആ ഒറ്റ വാക്ക് മാത്രം മതി അദ്ദേഹം രാജിവെച്ച് പോകാനെന്നാണ് ഞാൻ കരുതുന്നത്. എഴുത്തുകാരനായ ബെന്യാമിനിൽ മാത്രം ഒതുങ്ങുന്നില്ല ഈ വിമർശനം. കോൺഗ്രസിന്റെ ശക്തിയായ സൈബർ പോരാളി എന്നറിയപ്പെടുന്ന യൂത്ത് കോൺഗ്രസ് മുൻ നേതാവ് താര ടോജോ അലക്സ് പറയുന്ന പ്രസക്തമായ കാര്യങ്ങളെ സതീശൻ ഏത് ബോംബ് കൊണ്ട് പൊട്ടിച്ചു തീർക്കും. എന്താണ് താര ഫേസ്ബുക്കിൽ കുറിച്ചത്? അതിങ്ങനെയാണ്: എത്ര അലക്കി വെളുപ്പിച്ചാലും, എത്ര കഥകൾ പാടിപ്പുകഴ്ത്തിയാലും, എത്ര മാരീചവേഷങ്ങളെ ഇറക്കി കാടിളക്കിയാലും രാവണൻ സ്ത്രീ ലംബടനാണെന്ന സത്യം രാമായണൻ വായിച്ചവർക്കും കേട്ടവർക്കും അറിയാം. അടിസ്ഥാനപരമായ സ്വഭാവദോഷം കൊണ്ടാണ് മറ്റ് പല ഗുണങ്ങളുണ്ടായിട്ടും രാവണൻ വീണുപോയതെന്നും രാവണൻ്റെ ഭാഗത്ത് ന്യായമില്ലായിരുന്നു എന്ന് എത്ര മറച്ചാലും വെളിച്ചത്ത് വന്നിരിക്കും. അടക്കി ഭരിച്ച ലങ്കയും നേടിയ ക്ഷണിക സിംഹാസനങ്ങളും നഷ്ടമായത് ഒരു സീതയോട് തോന്നിയ അതിരുവിട്ട അഭിനിവേശം കൊണ്ടല്ലല്ലോ. ഉപകഥകളിലൊക്കെ രാവണൻ്റെ ലംബടത്വം കൊണ്ട് കരഞ്ഞ സ്ത്രീകളുടെ തേങ്ങലുകൾ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ തൻ്റെ രാജസ ഗുണമെന്ന് അഹങ്കരിച്ച് ആരെയും ഗൗനിക്കാതിരുന്ന രാവണന് പിഴച്ചത് എവിടെയാണെന്ന് അരിയും ഗോതമ്പും കഴിക്കുന്ന മനുഷ്യരായി പിറന്നവർക്ക് മനസ്സിലാകും. നായകനായി സ്വയം അവരോധിച്ച് നിഴലായി മറ്റു വില്ലന്മാരെ വെച്ച് പുതിയ ഇക്കിളി ഉണർത്തുന്ന അനേകായിരം കുഞ്ഞി രാമായണ കഥകൾ എഴുതിയാലും പാടി നടന്നാലും മൂലകഥ വെളിപ്പെട്ടു വന്ന് നാട്ടുകാർ അറിഞ്ഞതിലും ജാഗരൂകരായതിലും സന്തോഷം മാത്രം. കശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള സകല സ്ത്രീകളുടെയും ഇൻബോക്സുകളിൽ പോയി പഞ്ചാര വർത്തമാനം പറയുകയും അതിൽ വീണുപോയവരുടെ മേൽ കടന്നുകയറ്റങ്ങൾ നടത്തുകയും ചെയ്ത ഒരുത്തനെപ്പറ്റി ഇടതടവില്ലാതെ പരാതികളും ആരോപണങ്ങളും ഉയർന്ന ആദ്യ ദിവസം മുതൽ അയാൾക്കെതിരെ പരസ്യമായി നിലപാടെടുക്കുകയും അത് കൃത്യമായി നേതൃത്വത്തെ അറിയിക്കുകയും അതിൽ ഇന്നും അടിയുറച്ചു നിൽക്കുകയും ചെയ്യുന്നതിൽ അഭിമാനം മാത്രം. എന്നെപ്പോലൊരു സാധാരണക്കാരി കൈയൊന്നു ഞൊടിച്ചാലുടൻ ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ട് പോലുമില്ലാത്ത നിരവധി സ്ത്രീകൾ മീഡിയയിൽ പോയി നിരന്ന് നിന്ന് അവരുടെ ആവലാതികൾ തുറന്നു പറഞ്ഞ് കേരള രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിക്കാൻ മാത്രം ശക്തമാണ് എൻ്റെ സ്വാധീനമെന്നും അതൊന്നും നിർത്തിക്കാൻ കേരളത്തിലെ മുഴുവൻ നേതാക്കളും വിചാരിച്ചിട്ടും നടന്നില്ല എന്നും പാടി നടന്നാൽ അതിൽ അഭിമാനം മാത്രം. അത്തരം കടന്നുകയറ്റങ്ങൾ അവനവൻ്റെ അമ്മ പെങ്ങന്മാരിലോ ഭാര്യയിലോ പെൺമക്കളിലോ എത്തിച്ചേർന്നാലും അതിനും വരാന്തയിൽ നിന്ന് ചൂട്ടുപിടിച്ചു വീശിക്കൊടുക്കാനും സിന്ദാബാദ് വിളിക്കാനും നിൽക്കുന്ന മജ്ജയും മാംസവും ജീവനുമുണ്ടെന്ന് പറയപ്പെടുന്ന പുരുഷ മാംസപിണ്ഡങ്ങളെ ഓർത്ത് സഹതാപം മാത്രം.
ഉറപ്പുള്ള നട്ടെല്ലും ആത്മാഭിമാന ബോധവുമുള്ള സ്ത്രീകൾ അവർ നേരിട്ട കടന്നുകയറ്റങ്ങളെക്കുറിച്ച് പറയാൻ ധൈര്യമായി മുന്നോട്ട് വരുമ്പോൾ സ്വന്തം ലിംഗത്തിൽപ്പെട്ട അവർക്ക് വേണ്ടി ഒരു വാക്കെങ്കിലും നെഞ്ചി നിവർത്തി നിന്ന് പറയാതെ, അവരെ മനുഷ്യരെന്നുപോലും പരിഗണിക്കാതെ അവർക്കെതിരെ നിന്ന് അവർക്ക് വേണ്ടി സംസാരിച്ചവരെ വ്യക്തിഹത്യ ചെയ്യാൻ കൂട്ടുനിൽക്കുന്ന കുറ്റാരോപിതന്റെ വിസർജ്യം പോലും അമൃതായി കരുതുന്ന സ്യൂഡോ സ്ത്രീപക്ഷ നാരീ വിപ്ലവ ഗണങ്ങളെ ഓർത്ത് പുച്ഛം മാത്രം. എല്ലാ വ്യക്തികൾക്കും മേലെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനമെന്നും ഇത്തരം പുഴുക്കുത്തുകളെ 1000 കിലോമീറ്റർ അകലെ അകറ്റി നിർത്തപ്പെടേണ്ടതാണ് എന്നതാണ് അന്നും ഇന്നും എന്നേക്കും എൻ്റെ നിലപാട്. അതിൽ അഭിമാനം മാത്രം. പുറത്താക്കപ്പെട്ടവൻ്റെ വെട്ടുകിളികളുടെയും ഫാൻസ് അസോസിയേഷൻകാരുടെയും മൂന്നാംകിട ആക്രമണങ്ങളെ അർഹിക്കുന്ന പുച്ഛത്തോടെ, അതായത് ബ്രാക്കറ്റിൽ ആത്മകഥം പോയി തരത്തിൽ കളിക്കട തള്ളിക്കളയുന്നു എന്ന് താര ടോജോ അലക്സ് എഴുതുന്നു. ഇവിടെയുള്ള ഞാനും നിങ്ങളും ഇന്ന് നയിക്കുന്നവരും എല്ലാം ചത്തുമലച്ചാലും പ്രസ്ഥാനം ഇവിടെ ഉണ്ടാകണം, ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാകും. അപ്പോൾ ശരി, ജയ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ജയ് ഹിന്ദ് എന്നാണ് താര എഴുതുന്നത്. നേരത്തെയും താര ടോജോ അലക്സ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ രാഹുലിൻ്റെ ചെയ്തികളെ കൃത്യമായി അറിഞ്ഞ് മുന്നറിയിപ്പ് നൽകിയ താരയെപ്പോലുള്ള റിനിയെപ്പോലുള്ളവരെ സതീശൻ ഏത് ബോംബ് പൊട്ടിച്ച് പേടിപ്പിക്കുമെന്നറിയാൻ ആഗ്രഹമുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന പാലക്കാട് MLA ആയ വ്യക്തിക്കെതിരെയാണ് ഇന്നുവരെ കേരളം കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ആരോപണം വന്നിട്ടുള്ളത്. ഒരു സ്ത്രീയല്ല, അനവധി സ്ത്രീകൾ. എല്ലാവർക്കും ഒരേ അനുഭവം. അയാൾ MLA സ്ഥാനം രാജിവെക്കാത്തതിൽ പ്രതിഷേധമുണ്ടാവുക സ്വാഭാവികമാണ്. നിങ്ങൾക്ക് പാർട്ടിയിൽ നിന്നുള്ള പുറത്താക്കൽ മാതൃകാപരമായ നിലപാടായിരിക്കും. പക്ഷേ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർക്ക്, പൊതുജനത്തിന് അത് ഇതുവരെ ദഹിച്ചിട്ടില്ല. ഇങ്ങനെ ഒരാൾ എങ്ങനെ ജനപ്രതിനിധി ആയിരിക്കുമെന്ന ചോദ്യമാണ് അവർ ഉയർത്തുന്നത്. ജനാധിപത്യ ഇന്ത്യയിൽ അതിന് സ്വാതന്ത്ര്യമില്ലേ? അവർക്കെതിരെയെല്ലാം മറു ആരോപണത്തിൻ്റെ ബോംബിട്ട് പൊട്ടിക്കുമോ പ്രതിപക്ഷ നേതാവ്? ഇന്ത്യയിലെ കുതന്ത്ര ഭരണത്തിനെതിരെ അങ്ങ് ബീഹാറിൽ ബുള്ളറ്റിലും നടന്നും യാത്ര നടത്തിയും ജനങ്ങളെ കണ്ടും പാടത്തിലിറങ്ങിയും പോരാട്ടം നടത്തുന്ന, ജനങ്ങളെ ഇളക്കി മറിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പ്രതീക്ഷയായ ഒരു മനുഷ്യനുണ്ട്, രാഹുൽ ഗാന്ധി. ഇവിടുത്തെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടം അപ്രസക്തമായി പോകുന്ന സ്ഥിതിയുണ്ട്. ഗോഡി മീഡിയകൾ രാഹുൽ ഗാന്ധിയെ, രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്ന ആളെന്ന് ചിത്രീകരിക്കുന്ന സാഹചര്യമുണ്ട്. ഹിന്ദി ബെൽറ്റിൽ വോട്ടുമറിയാൻ, നുണക്കഥകൾ പാറി നടക്കാൻ അത് മതി എന്നുള്ള കാര്യം എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കുന്നില്ല? കുറഞ്ഞപക്ഷം VD സതീശനും ഷാഫി പറമ്പിലും അടങ്ങുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഫാൻസുകാർ അതെങ്കിലും ഓർക്കണം. രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടത്തിന് അല്പമെങ്കിലും വില നൽകണം എന്നാണ് അപേക്ഷ. അല്ലാതെ ഒരു സീരിയൽ പീഡകനെ ചിറകിനടിയിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് അയാളുടെ MLA സ്ഥാനം സംരക്ഷിച്ചിട്ട് മാതൃകാപരമായ നടപടി എന്ന് വീമ്പ് പറയരുത്. താരയും ഊമയും ആശയും റിനിയും പോലുള്ള കോൺഗ്രസ് പാർട്ടിയെ നെഞ്ചോട് ചേർക്കുന്ന സ്ത്രീകൾക്ക് മനസ്സിലായ കാര്യം പാർട്ടി ഉന്നതന്മാർക്ക് മനസ്സിലായില്ല എങ്കിൽ പിന്നെ എന്ത് സ്ത്രീപക്ഷ പാർട്ടി സർ? അതിനെ രാഷ്ട്രീയമായി മുതലെടുക്കുന്ന എതിരാളികൾക്ക് മുകളിലേക്ക് മാറു ആരോപണ ബോംബിട്ടാൽ തീരുന്നതല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉയർത്തുന്ന പ്രശ്നം എന്ന് ഉറപ്പിച്ച് തന്നെ പറയാം. പേജ് 10 സ്റ്റോറീസിലെ വീഡിയോകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോകൾ വാട്സപ്പിൽ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള വാട്സപ്പ് ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ചാനലിലോ ഗ്രൂപ്പിലോ അംഗമാവുക. നന്ദി, നമസ്കാരം.